പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. നോക്കാം. ന്യൂസ് 18 ചർച്ചയ്ക്കിടെ BJP നേതാവ് പ്രിന്റു മഹാദേവ് നടത്തിയ കൊലവിളി പ്രസംഗത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. നിയമസഭയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ഈ കൊലവിളി നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. റൂൾ 50 നോട്ടീസായിട്ടാണ് കൊണ്ടുവന്നത്. സഭ നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫാണ് നോട്ടീസ് നൽകിയത്. നോട്ടീസ് സ്പീക്കർ തള്ളി. പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് സഭയിൽ സംഭവിക്കുന്നത്? പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് രാജ്യവ്യാപകമായി ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. ഇന്നലെ സംസ്ഥാന തലത്തിൽ പ്രതിഷേധം കണ്ടതാണ്. ഇപ്പോൾ സഭയിൽ സംഭവിക്കുന്നത് എന്താണ്? സർക്കാരിന്റെ വാദം എന്താണ്? നാടകീയമായ സംഭവങ്ങൾക്കാണ് സഭാതലം ഇപ്പോൾ വേദിയായിക്കൊണ്ടിരിക്കുന്നത്. KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് MLA ആണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റൂൾ 15 ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയത്. പക്ഷേ ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലാത്തതിനാൽ ചർച്ചയ്ക്കെടുക്കാനാവില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തതോടെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംസാരിക്കാൻ സഭയിൽ എഴുന്നേറ്റത്. അപ്പോൾ അതിന് സ്പീക്കർ നൽകിയ മറുപടി, ഇത്തരത്തിൽ ആരെങ്കിലും ഒരു ചാനൽ ചർച്ചയിലിരുന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് സഭയിൽ ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ അവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. ഒരുപക്ഷെ അവർ സഭ വിട്ട് പുറത്തേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് 8ന്റെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കിടയിലായിരുന്നു BJP വക്താവ് പ്രിന്റു മഹാദേവൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഈ അധിക്ഷേപ പരാമർശം, വധഭീഷണി മുഴക്കിക്കൊണ്ടുള്ള കൊലവിളി പരാമർശം നടത്തിയത്. അതിനെതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഇന്നലെ കോൺഗ്രസ് ജില്ലാ കേന്ദ്രങ്ങളിലടക്കം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ദേശീയ തലത്തിൽ കൂടി വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് അടിയന്തര പ്രമേയമായി വിഷയം സഭയിൽ അവതരിപ്പിക്കാനും കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. പക്ഷേ അതിനുള്ള അനുമതി നിഷേധിച്ചതിനെതിരെ കോൺഗ്രസ് MLA-മാർ, UDF MLA-മാർ വലിയ പ്രതിഷേധം സഭയുടെ നടുത്തളത്തിൽ ഇപ്പോഴും തുടരുകയാണ്. അതാണ് സാഹചര്യം. എന്തായാലും നിയമസഭയിൽ അതിശക്തമായ നീക്കങ്ങൾക്കാണ് നീക്കം നടത്തുന്നത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയുമോ സഭയിൽ? അത് പ്രതീക്ഷിക്കണോ ഡാൻ? എന്താണ് ഈ വിഷയത്തിൽ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കത്തിൽ പോലീസ് എന്ത് നടപടിയെടുത്തു എന്ന് കൂടി വിശദമായി തന്നെ സഭയിൽ നിലപാടെടുക്കേണ്ടി വരില്ലേ സർക്കാരിന്? അതായത് ഇത് സബ്മിഷനായി ഉന്നയിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഒരുപക്ഷെ അത് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ UDF-ന്റെ നിയമസഭാ അംഗങ്ങൾ അത് അംഗീകരിക്കുമോ എന്നത് അറിയില്ല. അല്പസമയത്തിനകം പ്രതിഷേധം തുടരുകയാണെങ്കിൽ സഭ വിട്ടിറങ്ങി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടേക്കാം. അപ്പോൾ എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനിടയുള്ള പ്രതികരണം എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും സഭയിൽ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ തുടരുകയാണ്. സബ്മിഷനായിട്ട് വിഷയം ഉന്നയിക്കാനാണ് അങ്ങനെയെങ്കിൽ നീക്കമുണ്ടാവുക. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെയായിട്ടാണ് നടത്തുന്നത്. രണ്ട് രീതിയിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഒന്ന്, രാഹുൽ ഗാന്ധിക്കെതിരെ ന്യൂസ് 18 ചർച്ചയിൽ ഈ നടത്തിയ പരാമർശം, പ്രിന്റു മഹാദേവ് എന്ന BJPയുടെ താരതമ്യേന ജൂനിയറായ ഒരു ലീഡറാണ്. ഇയാൾ നടത്തിയ പരാമർശത്തിനെതിരെ എന്തുകൊണ്ട് പോലീസ് നടപടിയെടുത്തില്ല എന്ന ചോദ്യമാണ്. ന്യൂസ് 18 വാർത്ത കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. കോൺഗ്രസ് വലിയ രീതിയിൽ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ചർച്ചയെടുത്തില്ല, ഈ വിഷയത്തിൽ കേസെടുത്തില്ല എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. വേണ്ടത്ര ആർജവമുള്ള ഇടപെടൽ പോലീസിൽ നിന്നുണ്ടായില്ല. എന്തിന് BJPക്ക് സംരക്ഷണം കൊടുക്കുന്നു എന്ന് ഒരേ ഭാഗത്ത് സർക്കാരിനെയും മറുഭാഗത്ത് BJPയും പ്രതിക്കൂട്ടിൽ നടത്തിക്കൊണ്ടുള്ള നീക്കം കൂടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത് എന്നതാണ് പ്രസക്തമായ കാര്യം. ഡാന്, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ആയുധമാണ്. അത് നിയമസഭയിൽ ഇപ്പോൾ നടത്തുന്ന നീക്കവും അതിൻ്റെ സങ്കീർണ്ണ നടപടിക്രമങ്ങളും ഒരു വശത്ത്, അതിനുമപ്പുറം രാജ്യവ്യാപകമായി ഇത് ഏറ്റെടുക്കുകയാണ്. അമിത്ഷായ്ക്ക്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇത് ഭരണഘടനാ വിരുദ്ധമായ നീക്കം കൂടിയാണ് ഉണ്ടായത്, ക്രിമിനൽ നടപടിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് KC വേണുഗോപാലിൻ്റെ കത്ത് പോകുന്നു. പിന്നാലെ കോൺഗ്രസ് ഇത് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ, ഇന്നലെ ഡാൻ തന്നെ തിരുവനന്തപുരത്ത് കണ്ടതുപോലെ ദീപാദാസ് മുൻഷി അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇങ്ങനെ വലിയൊരു രാഷ്ട്രീയ പ്രചരണ വിഷയമായി ഇവർ ഇത് ഏറ്റെടുക്കുമ്പോൾ എന്താണ് നീക്കം? പ്രത്യേകിച്ച് ന്യൂസ് 18 ചർച്ചയിൽ നമ്മുടെ അവതാരകയായിരുന്ന രേണുക കൃത്യമായി ഇടപെട്ടിട്ട് കൂടി ഈ വിഷയത്തിൽ വീണ്ടും പ്രിന്റു മഹാദേവൻ കൊലവിളി പ്രസംഗം നടത്തുകയായിരുന്നു. അപ്പോൾ ഇത് അതേ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് തന്നെയാണോ കോൺഗ്രസിൻ്റെ നീക്കം?
കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നത് രാജീവ് ഗാന്ധിക്കും അതോടൊപ്പം ഇന്ദിരാഗാന്ധിക്കും സംഭവിച്ച വലിയ ദുരന്തം അത് നേരിൽ കണ്ടവരാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ആ രാഹുൽ ഗാന്ധിയെയാണ് ഇത്തരത്തിലുള്ള കൊലവിളി നടത്തി ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എങ്കിൽ അത് വിലപ്പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ദേശീയ തലത്തിൽ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ ബി.ജെ.പി. നേതൃത്വം ഇന്നലെ പ്രിൻഡു മഹാദേവനെ തള്ളിക്കളയുന്ന, അതായത് പ്രിൻഡുവിന്റെ പ്രസ്താവനയെ തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ദേശീയ നേതാക്കൾക്കടക്കം അമിത്ഷായ്ക്കടക്കം കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ട്. ഇത് ഗൌരവതരമായ തരത്തിൽ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തും. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും അധികം സുരക്ഷ നൽകുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. ആ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. രാഹുൽ ഗാന്ധിയാണ് ഈ സുരക്ഷാ വേലിക്കെട്ടുകളൊക്കെ മറികടന്നുകൊണ്ട് ആളുകളുമായി ഇടപെടാൻ ശ്രമിക്കുന്നത്. SPGയുടെ നിബന്ധനകൾക്ക് അപ്പുറത്തേക്ക് പോയി ആളുകളുമായി ഇടപെടാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ കേന്ദ്രത്തിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന കാര്യമാണ് ബി.ജെ.പി. നേതാക്കൾ ആവർത്തിക്കുന്നത്. അതിനിടയിൽ വിഷയം ഗൌരവതരമായി ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് തുടക്കമായിട്ടാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെ പങ്കെടുത്ത വലിയ പ്രതിഷേധ പരിപാടി ഇന്നലെ തലസ്ഥാനത്തുൾപ്പെടെ നടന്നത്. ശക്തമായി തന്നെ പ്രതിഷേധ പരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ആ നിയമസഭയെ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് ഉടൻ. എന്തായാലും ഈ വിഷയത്തിൽ അതിശക്തമായ നീക്കത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് നിയമസഭയിലടക്കം ഈ വിഷയം റൂൾ 50 നോട്ടീസിലൂടെ ഉന്നയിക്കുന്നതിലൂടെ കോൺഗ്രസ് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുകൂടി വ്യക്തമാണ്. അങ്ങനെ നിയമസഭയുടെ വേദികളെ ഉപയോഗപ്പെടുത്തുന്നു, രാഷ്ട്രീയപരമായി മറ്റ് സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരേ സമയത്ത് ഈ വിഷയം ഉന്നയിക്കുന്നതിലൂടെ കോൺഗ്രസിനെയും ബി.ജെ.പിയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്താം എന്നതാണ് ഇവരുടെ നീക്കം. നിയമസഭയിലെ നടപടിക്രമങ്ങൾ വെബ് സ്ട്രീം. അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. എന്നിരുന്നാലും നോട്ടീസ് നൽകിയ ബഹുമാനപ്പെട്ട അംഗം ശ്രീ സണ്ണി ജോസഫിന് ഇക്കാര്യം ഇന്ന ദിവസത്തെ ആദ്യ സബ്മിഷനായി ഉന്നയിക്കാവുന്നതാണ്. ഓർഡർ പ്ലീസ്. അല്ലല്ല, അവിടെ ഇരിക്കട്ടെ. മൈക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി. ഇതാണ് സഭയിൽ നടന്ന നടപടി. അതായത് ഈ നോട്ടീസിന്റെ തുടക്കത്തിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് പ്രതിനിധികളോ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ സ്പീക്കർ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. കാരണം അതിൽ സബ്മിഷൻ നോട്ടീസ് നൽകാമെന്നതാണ്. ഇതോടുകൂടിയാണ് പ്രതിപക്ഷം വലിയ ബഹളവുമായിട്ട് വരുന്നത്. നടുത്തളത്തിലാണ് പ്രതിപക്ഷം. ഇപ്പോൾ ഡയസിലേക്ക് കയറാനുള്ള പ്രതിപക്ഷ നീക്കമുണ്ട്. അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു. ചാനൽ ചർച്ചക്കിടെയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്ന് please. Yes. Please. അദ്ദേഹം സംസാരിക്കട്ടെ. LOP സംസാരിക്കട്ടെ. Yes. ഇന്നിവിടെ കൊടുത്ത നോട്ടീസ്, ബഹുമാന്യനായ ശ്രീ സണ്ണി ജോസഫ് ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായൊരു വിഷയം ഉയർത്തിക്കൊണ്ടുള്ളതാണ്. ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു BJP നേതാവ് ഈ രാജ്യത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസാണ് സാർ. അത് നിസ്സാരമായൊരു വിഷയമാണ്, ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു. സാർ, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? അയാൾക്കെതിരായി 2 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് അയാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ശ്രമം നടത്തുന്നു. ഞങ്ങൾക്ക് അതിൽ ശക്തിയായ എതിർപ്പുണ്ട്. അയാളെ കേസ് പോലും എടുത്തത് അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും. പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഒരു TV ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഓർഡർ കോളിംഗ് അറ്റൻഷൻ. ശ്രീ കോവൂർ കുഞ്ഞുമോൻ,
ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സാർ വളരെ കേൾക്കാം. അല്ല, എനിക്ക് കേൾക്കാൻ വയ്യ സാർ. അല്ല, പറയുന്നത് കേൾക്കണ്ടേ സാർ? സാർ, കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായിട്ടുള്ള കശുവണ്ടി മേഖല സാർ, ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് കശുവണ്ടി മേഖല. 95% വനിത. ഇതാണ് ഇന്ന് ഇക്കാര്യത്തിൽ സംഭവിച്ചത്. ഇന്ന് നിയമസഭയിൽ നടന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് സ്പീക്കർ ഇതൊരു ചാനൽ ചർച്ചയിൽ നടന്ന കാര്യം സഭയിൽ ഉന്നയിക്കാൻ, ഒരു അടിയന്തര പ്രമേയം, അതായത് റൂൾ 50 ആയിട്ട് ഉന്നയിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. അതേസമയം സബ്മിഷനായിട്ട് ഉന്നയിക്കട്ടെ, സർക്കാർ മറുപടി പറയും എന്നതാണ് ഈ നിലപാട്. പക്ഷേ സ്പീക്കറുടെ ആ പരാമർശമാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഇത്തരമൊരു പരാമർശം എങ്ങനെ നടത്താൻ കഴിഞ്ഞു എന്ന ചോദ്യം. തുറന്നു പ്രവർത്തിക്കുന്നുള്ളൂ. നടുത്തളത്തിൽ ഇപ്പോഴും പ്രതിപക്ഷമുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ സഭയിൽ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഒരു 10 മിനിറ്റ് പഴക്കമുള്ള ദൃശ്യങ്ങളാണല്ലോ. ഇപ്പോൾ സഭയിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കാൻ സ്പീക്കർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും നാടകീയമായ രംഗങ്ങൾക്ക് സഭാ തളം നടുത്തളം വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. സ്പീക്കറുടെ ഡയസിലേക്ക് കയറി പ്രതിഷേധിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വാച്ച് ആൻഡ് വാർഡുമായി ബലപ്രയോഗം ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടി അകത്തുനിന്ന് വരുന്നു. അതോടൊപ്പം നടപടികൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് സഭ ഉടൻ പിരിഞ്ഞേക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സഭാതലത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വാച്ച് ആൻഡ് വാർഡ് തടയാൻ ശ്രമിച്ചതാണ്. വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിലുള്ള ബലപ്രയോഗത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരായി പ്രിന്റു മഹാദേവൻ നടത്തിയ പ്രസ്താവനയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ വൈകുന്നത് ബിജെപിയുമായുള്ള ഒത്തുകളിയുടെ ഫലമായിട്ടെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം വലിയ തരത്തിൽ ഈ വിഷയം സംസ്ഥാന തലത്തിൽ വ്യാപക പ്രതിഷേധങ്ങളായി നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായാണ് അടിയന്തര പ്രമേയമായി റൂൾ 50 നോട്ടീസിന് ഇത് ചർച്ചയ്ക്കെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് നോട്ടീസ് നൽകിയത്. പക്ഷേ ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലാത്തതിനാൽ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇവിടെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലായിരുന്നു സ്പീക്കർ. പക്ഷേ അതൊരിക്കലും അംഗീകരിക്കാനാവില്ല, സ്പീക്കറുടെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശനും സണ്ണി ജോസഫ് MLAയും ഉൾപ്പെടെ തുടക്കമിട്ട പ്രതിഷേധമാണ് മറ്റ് അംഗങ്ങൾ ഏറ്റെടുക്കുകയും സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നടപടിക്രമങ്ങൾ വെട്ടിച്ചുരുക്കി സഭ അല്പസമയത്തിനകം പിരിയാനാണ് സാധ്യത. യെസ്, നിയമസഭയിൽ അസാധാരണ രംഗങ്ങൾക്കാണ് വേദിയാവുന്നത്. ന്യൂസ് 18 ചർച്ചയിലുണ്ടായ ഈ കൊലവിളി പ്രസംഗം സഭയിൽ ഉന്നയിക്കുന്നു സ്പീക്കർ. സഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. സ്പീക്കർ വഴങ്ങിയില്ല. റൂൾ 50 നോട്ടീസ് അനുവദിക്കാനാവില്ല എന്ന് നിലപാടെടുത്തു. സ്പീക്കർ AN ഷംസീറിന്റെ പരാമർശമാണ് പ്രതിപക്ഷം ഇപ്പോൾ ആയുധമാക്കുന്നത്. ഇത് അപ്രധാനമായ വിഷയം എന്ന തരത്തിൽ സ്പീക്കർ നടത്തിയ പരാമർശം, അതിനെ ഏറ്റെടുത്തുകൊണ്ടാണ് വലിയ പ്രതിഷേധം സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ളവർ ആ നിലപാടെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ വാച്ച് ആൻഡ് വാർഡുമായുള്ള ഉന്തും തള്ളുമടക്കമുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. സഭ നടപടികൾ വെട്ടിച്ചുരുക്കി വേഗത്തിൽ പിരിയാനാണ് സാധ്യത. ഡാൻ, പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുമോ? നമുക്ക് പ്രതീക്ഷിക്കണോ അത്? സഭാ നടപടികൾ ഉടൻ അവസാനിക്കാനാണോ സാധ്യത? തീർച്ചയായിട്ടും അത് തന്നെയാണ് സാധ്യത. കാരണം ഇങ്ങനെ സഭ മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ സഭയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ സഭാ നടപടികൾ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് സ്പീക്കറെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ വെല്ലുവിളി നിറഞ്ഞൊരു ദൌത്യമായി മാറും. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് സഭ ഇന്നത്തേക്ക് പിരിയാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ മാത്രമേ ഇനി സഭാ സമ്മേളനം കാണുകയുള്ളൂ. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ്. ഈ വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ ചർച്ചയ്ക്കെടുക്കാനാവില്ല എന്ന് സ്പീക്കർ AN ഷംസീർ നിലപാടെടുത്തത് മുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ നേതാവിന്റെയും സണ്ണി ജോസഫ് MLAയുടെയും മറ്റ് പ്രതിപക്ഷ MLAയുടെയും
ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഇത് ഒന്നാമത്തെ സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് കൂടി സ്പീക്കർ പറഞ്ഞതിന് പിന്നാലെ പ്രതിപക്ഷം സീറ്റുകളിൽ നിന്ന് വിട്ടിറങ്ങി നടുത്തളത്തിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ച പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്ന് സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനായി നടത്തിയ നീക്കമാണ് വാച്ച് ആൻഡ് വാർഡുമായുള്ള ബലപ്രയോഗത്തിലേക്ക് ഇവരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷാംഗങ്ങളും തമ്മിലുള്ള ബലാബലത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടാവുന്നത്. ന്യൂസ് 8 കൊലവിളി പരാമർശമാണ്, ന്യൂസ് 8 ചർച്ചയിലെ കൊലവിളി പരാമർശമാണ് ഇത്തരത്തിൽ വിവാദങ്ങൾക്ക് ഇടവെക്കുന്നത്. പ്രതിപക്ഷം ഇത് സംസ്ഥാന വ്യാപകമായി വലിയ വിഷയമായി ഏറ്റെടുക്കുകയാണ്. ഇന്നലെ നടന്ന പ്രതിഷേധ പരിപാടികൾക്ക് പിന്നാലെ നിയമസഭയിലെ ഈ വിഷയം തർക്ക വിഷയമായി തന്നെ ഉന്നയിക്കുന്നു. ആ നീക്കമാണ് ഇപ്പോൾ സഭയിലുണ്ടാവുന്നത്. സഭാ നടപടികൾ ഉടൻ തന്നെ നിർത്തിവെച്ച് സഭ ഇന്നത്തേക്ക് പിരിയും. ന്യൂസ് 18 ചർച്ചയിലെ പരാമർശങ്ങളെ ചൊല്ലി ഇന്ന് സഭാ നടപടികൾ സ്തംഭിച്ചു. സഭ ഉടൻ പിരിയുമെന്നതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ ഒരുപക്ഷേ സ്പീക്കർക്ക് കൂടുതൽ അനുനയ നീക്കങ്ങൾ വേണ്ടിവരും. സ്പീക്കറിന്റെ നടപടിയുമായി ഇനി പ്രതിപക്ഷം സഹകരിക്കില്ല എന്ന നിലപാട് പോലും എടുക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഡാൻ, സ്പീക്കറുടെ പരാമർശമാണോ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ ഇത്രയധികം പ്രകോപിതരാക്കിയത്? പ്രത്യേകിച്ച് ഇതൊരു അപ്രധാന വിഷയം എന്ന തരത്തിൽ ഷംസീറിന്റെ ഒരു പരാമർശം, സ്പീക്കറുടെ പരാമർശം ഉണ്ടായല്ലോ, അത് നമ്മൾ നേരത്തെ കേട്ടതുമാണ്. അതാണോ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ പ്രകോപിച്ചത്? റൂൾ 50ക്ക് അനുമതി നൽകാത്തതൊക്കെ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അതിനപ്പുറം ഈ പരാമർശമാണോ ഇത്ര വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്? സഭ പിരിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണും. ഈ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, മന്ത്രി പി രാജീവ് രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടത്തിയത്. AK ആന്റണി തന്റെ കാര്യം പറയാൻ ആരുമില്ലാതിരുന്നത് കൊണ്ടാണ് AK ആന്റണിക്ക് സ്വയം വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത്. സമരാഭാസമാണ് പ്രതിപക്ഷം സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് മന്ത്രി പി രാജീവ് പ്രതിപക്ഷത്തിന് നേരെ നടത്തിയത്. അതിന് പിന്നാലെയാണ് നടുത്തളത്തിലേക്ക് ഇറങ്ങി സ്പീക്കറുടെ ഡയസിലേക്ക് കയറാനുള്ള നീക്കം പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും വാച്ച് ആൻഡ് വാർഡ് അത് ബലപ്രയോഗത്തിലൂടെ ചെറുക്കുകയും ചെയ്തത്. എന്തായാലും സഭ ഈ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുന്നു, ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടേക്കും. പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടേക്കും. ഇതിനിടയിൽ സർക്കാരിന്റെ ഭാഗത്ത് നിയമമന്ത്രി കൂടിയായ പി രാജീവ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. AK ആന്റണിയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനവും പരാമർശങ്ങളും അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീക്കം നടത്തിയെന്ന് വേണം കരുതാൻ. എന്തായാലും സ്പീക്കർക്കെതിരെ കടുത്ത നിലപാടെടുത്തുകൊണ്ട് തന്നെ ആവണം പ്രതിപക്ഷത്തിന്റെ നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്പീക്കറുടെ പരാമർശം അതാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. ഉടൻ തന്നെ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടേക്കും. നിയമസഭയെ ഇളക്കിമറിക്കുകയാണ് ന്യൂസ് 18 ചർച്ചയിലെ BJP നേതാവിന്റെ പരാമർശങ്ങൾ. കൊലവിളി പ്രസംഗമാണ് നടത്തിയത്. നെഞ്ചിലേക്ക് വെടിയുതിർക്കും രാഹുൽ ഗാന്ധിയുടേത് എന്ന തരത്തിലായിരുന്നു പരാമർശം. നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ പ്രതിസന്ധി ഉണ്ടായപ്പോ നാനാരുടെ കാലഘട്ടത്തിൽ കുറച്ച് ഫാക്ടറികൾ സാർ, അതേപോലെ തന്നെ നിർത്തലാക്കിയ മരണഫണ്ട് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ ഇടപെടുമോ ഗവൺമെന്റ്? ഉമ്മനയംഗം UPAയും കോൺഗ്രസിന്റെയും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഇവിടെ ഉയർത്തിക്കാട്ടിയത്. അവ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം. ഏറ്റെടുക്കുന്ന ഫാക്ടറികളുടെ പ്രതിസന്ധി നേരത്തെ ഏറ്റെടുത്തതിന്റെ തന്നെ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള വിധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം യഥാർത്ഥത്തിൽ പുതിയ കമ്പനികൾ ഏറ്റെടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ആ കമ്പനികളാകെ തുറക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായ പിന്തുണ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് നൽകുന്നുണ്ട്. അവരുടെ ബാധ്യതകൾ, കടം ഉൾപ്പെടെയുള്ളത് അവർ സെറ്റിൽമെന്റ് ഉണ്ടാക്കി 2 കോടിക്ക് മുകളിലുള്ള വായ്പയാണെങ്കിൽ 50% വരെ അടച്ചാൽ മതി എന്ന രൂപത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് 1 വർഷം കൂടി നീട്ടാനായിട്ട് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ AK അഷ്റഫ്